നമ്മൾ ഇന്നൊരു വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്നൊരു ഷോപ്പിംഗ് ബാഗാണ് ചെയ്യണത്. അതിനു വേണ്ടി ആദ്യം നമുക്കൊരു പാറ്റേൺ ഉണ്ടാക്കണം. അപ്പോൾ ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ ഇത് വരച്ചെടുക്കുക. 5 ഇഞ്ച് വീതിയിലും 12 ഇഞ്ച് നീളത്തിലും ഒരു പീസ് സാമ്പിളിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പാറ്റേണായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി അതിൻ്റെ മൂലകൾ ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുക്കാം നമുക്ക്. എന്നിട്ട് ആ പീസ് എളുപ്പത്തിൽ വെട്ടാൻ വേണ്ടി 4 മടക്കിയിട്ട് ആ ഷേപ്പ് ചെയ്ത ഭാഗം ഒന്നിച്ച് വർണ്ണവിധത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഇനിയുള്ള പീസുകളൊക്കെ കട്ട് ചെയ്യാനായിട്ട്. ഇനി അതിൻ്റെ ബാഗിൻ്റെ താഴെ ഭാഗത്തിന് കട്ടിയിട്ടാൻ വേണ്ടി ഒരു സ്പ്രേ പീസ് വെട്ടിയെടുക്കാം. ഇത് ചുരിദാറിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പീസാണ്. അതിൻ്റെ ഒരു ഭാഗം എപ്പോഴും പശയുള്ളതായിരിക്കും. അപ്പം നല്ല കട്ടിയിൽ ഒട്ടിച്ചെടുക്കാം നമുക്ക്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഈ പീസ് കയ്യിലില്ലെങ്കിൽ ഏതെങ്കിലും കട്ടി തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീൻസിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഇത് തന്നെ വേണമെന്നില്ല. ഇനി അതിന് വേണ്ടി നമുക്ക് 2 പീസ് ബാഗിന് വേണ്ടി ഉപയോഗിക്കുന്ന തുണിയിൽ നിന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് ആ പീസ് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. രണ്ട് പീസ് ഒന്നിച്ചതിന് വെച്ച് കട്ട് ചെയ്യണം കേട്ടോ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ആ പശയുള്ള ഭാഗം പീസിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. മറ്റേ പീസ് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ആ ചുറ്റുഭാഗം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇനിയുള്ള നമുക്ക് ബാഗിൻ്റെ പീസ് തയ്ക്കാൻ വേണ്ടിയുള്ളത് ആ അടിഭാഗത്തിൻ്റെ ചുറ്റളവ് എടുത്തിട്ട് അതിനേക്കാളും കുറച്ചുകൂടി കൂട്ടിയെടുത്തിട്ട് തയ്ച്ചാൽ മതി. അതിനുവേണ്ടി നമുക്കൊരു 15 ഇഞ്ച് വീതിയുള്ള, നിങ്ങൾക്ക് ആവശ്യം 15, തൽക്കാലം 15 മതി. അതിന് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. ഇനി അത് ഷേപ്പ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇത് അതിന് ചുറ്റി വെച്ച് കൊടുക്കാനുള്ള പീസാണ്. അപ്പോൾ ചുറ്റളവിനേക്കാളും കൂടുതൽ എടുക്കണം എപ്പോഴും എടുക്കുമ്പോഴും. ഇനി നമുക്ക് അതിൻ്റെ കൈ പിടിപ്പിക്കാനുള്ള പീസാണ്. അതൊരു 3 ഇഞ്ച് വീതിയിലെടുത്താൽ മതി. മടക്കി തയ്ക്കാൻ ഉൾപ്പെടെ 3 ഇഞ്ച് വീതി. ആവശ്യത്തിന് നീളം എടുക്കാം. തൽക്കാലം ഞാനൊരു 10 ഇഞ്ച് നീളത്തിലാണ് എടുക്കണത്. രണ്ട് പീസ് വേണം. ഇനി നമുക്കിത് ഷോയ്ക്ക് വേണ്ടി വെച്ച് കൊടുക്കാനുള്ള പീസുകളൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ 2 ഭാഗത്ത് പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഫ്രണ്ടിൽ തന്നെ. പിന്നെ മോൾ ഭാഗത്തൊരു പീസ് വേണം. അത് എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത്രയുള്ളതിൻ്റെ കട്ടിങ്. ഇത് കഴിഞ്ഞ് ഇത് താഴെ ഭാഗമാണ്, അത് അയൺ ചെയ്തെടുക്കുക. ഞാൻ 2 പീസും കൂടി വെച്ച് അതിൻ്റെ ചുളിവൊക്കെ മായ്ച്ചെടുത്തിട്ട് അതിൻ്റെ എൻഡിന് വെച്ച് അടിച്ചെടുക്കാനുള്ളതാണ്. ചുറ്റി അടുപ്പിച്ച് നിർത്തുക, വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അതിലാണ് നമുക്ക് മറ്റേ പീസ് വെച്ച് കൊടുക്കണം.
ഇനി ബാഗിന് ഉപയോഗിക്കാനുള്ള പീസ് അതുമേൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഉറപ്പിച്ച് നിർത്തി. ഇനി ബാഗിൻ്റെ പീസ്, മോൾ ഭാഗത്തോട്ടുള്ള പീസ് നമുക്ക് വെച്ച് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററൊക്കെ അടയാളപ്പെടുത്തി ഏത് വിധത്തിൽ വെക്കണമെന്ന് വെച്ചാൽ ആ വിധത്തിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാഗിൻ്റെ മോൾ ഭാഗത്തോട്ടുള്ള പീസ് നമുക്ക് ഭംഗി കിട്ടാൻ വേണ്ടി ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കണേ. അത് ഫ്രണ്ടിൽ സെൻറ്ററിൽ വന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ അടയാളം എടുത്ത് സീനോളൊക്കെ ഇട്ട് വെച്ച് കൊടുത്താൽ മതി. കാലിൻ്റെ ഉള്ളിലോട്ട് മടക്കിയിട്ട് മറ്റേ പിടിപ്പിക്കാനുള്ള പീസ് പകുതിയാക്കി മടക്കി അതും കൂടി വെച്ച് അങ്ങനെ അടിച്ചു കൊടുക്കുക. ഈ പീസ് എപ്പോഴും സെൻറ്ററിൽ ഫ്രണ്ട് ഭാഗത്തായിട്ട് വന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഭംഗി കിട്ടാൻ വേണ്ടി ഒരു റെഡ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ റെഡ് പീസിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ പലവിധ ഡിസൈനുകളൊക്കെ കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ചെയ്യണുള്ളൂ. ഇനി അത് അതിൻ്റെ ഉൾഭാഗത്തും കൊള്ളുന്ന വിധത്തിന് സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ആ പീസ് ചുറ്റി പിടിപ്പിച്ചു വരും. ചുറ്റളവ് എടുത്തേണ്ട പീസാണ്. അപ്പോൾ ചുറ്റി പിടിപ്പിച്ച് പോവുക. തുണി എപ്പോഴും എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തോളണം. ആ മൂല വരുമ്പോഴേക്ക് നല്ലപോലെ വലിച്ചും കൊടുക്കണം, അല്ലെങ്കിൽ അത് ഭംഗിയാവില്ല തയ്ക്കൽ. നല്ലപോലെ വലിച്ചു പിടിക്കുക. മൂല വരുമ്പോൾ മാത്രം വലിച്ചു പിടിച്ചാൽ മതി. ഇങ്ങനെ ചുറ്റി തയ്ച്ചു പോവുക. ബാഗിൻ്റെ ഒരു ഭാഗത്തുള്ള നമ്മൾ ഇനി ഇങ്ങിയ ഭാഗം സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്യാൻ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു പൈപ്പിംഗ് പീസ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കണത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തുണി കൂടുതലായി പോകുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്രയും പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് സെൻറ്റർ ഭാഗം മാറ്റി നിർത്തിയിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി. നേരത്തെ ഒരു ഭാഗത്തല്ലേ നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുത്തത്, ഇപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് വെച്ച് ഇനി ആ റെഡ് പീസിലോട്ട് ഇത് പതിച്ചടിക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ജോയിൻ ചെയ്യുക. ഇനിയുള്ളത് നമുക്ക് ആ കട്ടി പീസിലോട്ട് തയ്യൽ തുമ്പ് കൊള്ളണ വിധത്തിലെടുത്തിട്ട് പതിച്ചടിക്കണം. എന്ന് വെച്ചാൽ അത് ഭംഗിയായിട്ട് ബാഗ് ഭംഗിയായിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഉൾഭാഗത്തോട്ട് കൊള്ളണ വിധത്തിൽ വേണം, കട്ടി പീസിലോട്ട് കൊള്ളണ വിധത്തിൽ വേണം അടിക്കാൻ. മൂല വരുമ്പോൾ ശ്രദ്ധിച്ചടിക്കണം, അല്ലെ ചുളിവ് വരും. ഇനി നമുക്കതിനെ കൈ പിടിക്കാനുള്ള ചരട് അടിച്ചെടുക്കാനുള്ളത്. അത് രണ്ടാക്കി മടക്കിയിട്ട് സെൻറ്ററിലിട്ട് ഒരു അടിപ്പ് കൊടുത്തെടുത്താൽ മതി. 2 പീസാണ് നമ്മൾ കട്ട് ചെയ്താൽ 2 പീസ് അടിച്ചെടുക്കുക. ഇനി അതിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് നീക്കി ഓരോ അടയാളം ഇടുക. അടയാളം ഇട്ടിട്ട് ഇനി മോൾ ഭാഗത്ത് ഷോയ്ക്ക് വേണ്ടി നമ്മൾ ഒരു പീസ് വെച്ച് നേരത്തെ വെട്ടിയെടുത്തിട്ടുണ്ടായി അത് വെച്ച് പിടിപ്പിക്കുക. എപ്പോഴും ജോയിൻ്റ് നിങ്ങൾക്ക് സൗകര്യമുള്ള ഭാഗം നോക്കി പിടിപ്പിച്ച് പോയാൽ മതി. അതീ കാണാത്ത ഭാഗത്ത് സൈഡിൽ നിന്ന് എവിടെന്നെങ്കിലും വെച്ച് പിടിപ്പിച്ച് പോകണം. ഇനി നമുക്കത് ഫ്രണ്ടിലോട്ട് മടക്കി തയ്ക്കാനെന്ന് പതിച്ചടിക്കുക ആദ്യം, എളുപ്പത്തിൽ ഭംഗി കിട്ടാൻ വേണ്ടി. അതാ നീല പീസെല്ലാം അടിപ്പൻ്റെ വിധത്തിലോണം മടക്കി തയ്ക്കാൻ പതിച്ച് പിടിപ്പിക്കാനായിട്ട്. അത് പഠിച്ച് കഴിഞ്ഞ് ഇനി നമുക്കത് ഫ്രണ്ടിലോട്ട് നല്ല ഭാഗത്തോട്ട് മടക്കി തയ്ക്കാനുള്ളതാണ് ആ പീസ്. 2 ഇഞ്ച് നീക്കി അടയാളം ഇടുക. അവിടെ കൈ പിടിപ്പിക്കാനുള്ളതാണ് ബാഗിൻ്റെ. ബാക്ക് ഫ്രണ്ട് ഒരേ അളവിൽ തന്നെ അടയാളപ്പെടുത്തുക.
ഇനി ഇതിങ്ങനെ മടക്കി തയ്ച്ച് പോകാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ കൈ പിടിക്കാനുള്ള പീസ് അടിച്ചെടുത്തിട്ടില്ലേ, അതുകൂടി വെച്ച് പിടിപ്പിച്ച് പോവുക. അതാണ് എളുപ്പം. ഉള്ളിലോട്ട് നല്ലപോലെ കയറ്റി വെക്കുക, വിട്ടു പോരാതിരിക്കാൻ. അത് കൈ പിരിഞ്ഞു പോകാതെ നോക്കണം പിടിപ്പിക്കുമ്പോൾ. അതേപോലെ ബാക്കിലോട്ടുള്ള പീസ് ഇതേപോലെ ഞങ്ങൾ അടിച്ചെടുത്താൽ മതി, അടയാളം നോക്കി. മുകളിൽ പിടിപ്പിക്കുന്ന പീസ് അധികം വലിക്കരുത്, ഒരു 4 ഇഞ്ച് ഉള്ളിലോട്ട് പിടിച്ചടിച്ചാൽ മതി. ഇനി അതടിച്ചു കഴിഞ്ഞ് ഞാൻ കൈ ഉറപ്പിച്ച് പിടിപ്പിക്കാൻ വേണ്ടി അതിന് മീതെ ഒരടുപ്പം കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. അതേപോലെ അവിടെ ചുറ്റി അടിച്ചു പോവുക അവസാനം മറ്റേ അരികെ വരെ ഒരേ വീതിയിലടിച്ചോണം, നല്ല ഭംഗി. വേറെ നൂല് വെച്ചടിക്കുമ്പോൾ നമുക്ക് 2 സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഷോയ്ക്ക് വേണ്ടി. തയ്ച്ച് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ. ബാഗ് റെഡി. സെൻറ്ററിൽ എനിക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക, കൂടുതൽ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി.